എന്തായാലും ഈ ഇൻറ്റേർണൽ സർവേ ബി ജെ പിക്ക് ഒരു ശക്തി നൽകുന്ന കാര്യമാണ്. ബി ജെ പിക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഇത്തവണ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഒന്ന്, SIRമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 90 ലക്ഷം വോട്ടുകളാണ്, ഇല്ലീഗലായിട്ടുള്ള വോട്ടുകളാണ് പുറത്തു പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 59 ലക്ഷമാണ് തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലുള്ള വോട്ട് ഡിഫറൻസ്. ഓരോ മണ്ഡലങ്ങളിൽ ഈ SIR ഡിലീഷൻ അതിനെ തുടർന്നിട്ടുള്ള മാറ്റങ്ങൾ BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. പക്ഷേ ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. കാരണം മത്വ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന വിഭാഗക്കാരാണ്, ഹിന്ദു വിഭാഗക്കാരാണ്. അപ്പോൾ അവരുടെ വോട്ട് കുറേ പോയിട്ടുണ്ട് ഈ SIRമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് BJPക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ പാർട്ടി വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് കണക്കുകളുണ്ട്. മമത തന്നെ പറയുന്നത് ഇപ്പോൾ ഈ ഡിലീഷൻ പ്രോസസ്സിന് ശേഷം തൻ്റെ വോട്ട് ബാങ്കിലെ ഭൂരിഭാഗം ആൾക്കാരെയുമാണ് നഷ്ടപ്പെട്ടതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. വ്യാപകമായുള്ള ബംഗാളി ആ ഒരു വികാരം ഇളക്കി വിടാനാണ് മമതാ ബാനർജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു ഫൈറ്റാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത്. അപ്പം ബംഗാൾ നഷ്ടപ്പെട്ടതാണെന്ന് മമതയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാളി വികാരം അല്ലാതെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മമത നടത്തിക്കൊണ്ടിരിക്കുന്നത്.